പ്രധാനമന്ത്രിക്ക് എല്ലാ ക്രെഡിറ്റും നൽകിയിരിക്കുകയാണ് ബി.ജെ.പി. നേതാവ് ജെ.പി. നദ്ദ. 14 കോടി അംഗങ്ങളുള്ള ഏറ്റവും വലിയ പാർട്ടിയായി ബി.ജെ.പി. മാറിയെന്നും അതിന്റെ എല്ലാ ക്രെഡിറ്റും പ്രധാനമന്ത്രിക്ക് നൽകുന്നു എന്നുമാണ് നദ്ദയുടെ പ്രസ്താവന. 11 വർഷത്തോളമായി രാജ്യം ഭരിക്കുന്ന മോദിയുടെ നേതൃത്വ മികവിന്റെ ഉദാഹരണമാണ് പാർട്ടിയിൽ അംഗത്വം വർദ്ധിപ്പിച്ചതിന് പിന്നിലെന്നും നദ്ദ പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി ഉത്തരവാദിത്തപരമായാണ് അത്രയും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മോദി ഉത്തരവാദിത്തം പാലിക്കാത്ത മണിപ്പൂർ പോലുള്ള ഇടങ്ങൾ നദ്ദ കണ്ടിരിക്കില്ലേ? കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അഴിമതിയും പ്രീണന രാഷ്ട്രീയവും മക്കൾ രാഷ്ട്രീയവുമായി നിന്നാണ് നദ്ദ ഉയർത്തുന്ന വാദം. മുൻ സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കുറവായിരുന്നു. അവർ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങളും അവർ മറന്നു എന്നാണ് നേതാവിന്റെ വാദം. അപ്പോൾ ബജറ്റ് ഉൾപ്പെടെ മോദി സർക്കാരിന്റെ കടലാസിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രഖ്യാപനങ്ങൾ നദ്ദ കണ്ടിരിക്കില്ലേ എന്നതും സംശയിക്കേണ്ട കാര്യമാണ്. ബി.ജെ.പിയുടെ അംഗങ്ങളുടെ എണ്ണം ഇപ്പോൾ 14 കോടിയിൽ എത്തിയത്രേ. ഇതിൽ 2 കോടി അംഗങ്ങൾ പാർട്ടിയിൽ സജീവവുമാണ്. ബി.ജെ.പിക്ക് ലോക്സഭയിൽ 240 എം.പിമാരും 1500ഓളം എം.എൽ.എമാരും 170 എം.എൽ.സിമാരും രാജ്യത്തുണ്ട്. 13 സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിയാണ് ഭരണം കൈയാളുന്നതെന്നും നദ്ദ വ്യക്തമാക്കിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിന് നൽകിയ സഹായങ്ങൾ എണ്ണിപ്പറഞ്ഞ അദ്ദേഹം അമരാവതിയുടെ നിർമ്മാണത്തിന് 15,000 രൂപ നൽകിയിട്ടുണ്ടെന്നാണ് വിശദീകരിച്ചത്. പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുള്ള ഒരു പാർട്ടിയിൽ നിന്നാണ് തങ്ങൾ വരുന്നതെന്നും ബി.ജെ.പി. വാഗ്ദാനം ചെയ്തതുപോലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു, CAA-യിലും വഖഫ് നിയമത്തിലും ഭേദഗതികൾ വരുത്തി, മുത്തലാഖ് അവസാനിപ്പിച്ചു. ഇങ്ങനെ നീണ്ടുപോകുന്ന നദ്ദയുടെ പ്രസംഗം ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ ആഗ്രഹിക്കുന്നു. GST നിരക്ക് സ്ലാബുകൾ മുമ്പത്തെ 4ൽ നിന്ന് 2ആയി പുനഃക്രമീകരിച്ചുകൊണ്ട് മോദി രാജ്യത്തിനൊരു സമ്മാനം നൽകിയെന്നാണ് നദ്ദ പറയുന്നത്. GST പരിഷ്കരണത്തിൽ ഇപ്പോഴും വിരുദ്ധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്നതും ചിലപ്പോൾ നദ്ദ അറിഞ്ഞിരിക്കില്ല. എന്തായാലും കാലാവധി കഴിഞ്ഞിട്ടും പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന പദവിയിൽ ഇപ്പോഴും തുടരുന്ന നദ്ദയ്ക്ക് പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയിട്ടും മതിയാകാത്ത അവസ്ഥയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 11 വർഷത്തിനിടെ ഉത്തരവാദിത്തമുള്ള സർക്കാർ രാജ്യത്തുണ്ടായിട്ടും ഏതാണ്ട് 1.5 വർഷത്തോളമായി മോദിക്ക് നദ്ദയുടെ പിൻഗാമിയെ കണ്ടെത്താനായിട്ടില്ല എന്നതും ഒരു തരത്തിൽ അത്ഭുതാവഹം തന്നെയാണ്.